ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള മണ്ഡലം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ വിവാദ നായികയായിട്ട് ഈ അടുത്ത കാലത്ത് മാറിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് മത്സരിക്കുന്ന മണ്ഡലമാണ്. 2 തവണ അവരവിടുന്ന് ജയിച്ചു. കഴിഞ്ഞ 2 ഇലക്ഷൻ 2016-ലെയും 2021-ലെയും തെരഞ്ഞെടുപ്പിൽ വീണ ജോർജ് ജയിച്ച മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും മുൻ ഗവർണറുമായ കുമ്മനം രാജശേഖരൻ അദ്ദേഹം മത്സര രംഗത്തുണ്ട്. ശരിക്കും ഒരു ത്രികോണ മത്സരം നടക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ബി.ജെ.പി കരുത്താർജിച്ച ഒരു മണ്ഡലമാണ് ആറന്മുള. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജയിക്കാൻ പറ്റുന്ന 1 ഡസൻ മണ്ഡലങ്ങളിൽപ്പെട്ട ഒന്നായിട്ടാണ് ആറന്മുള അവർ കരുതുന്നത്. വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു CPM നേതാവ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധി എന്ന നിലയിലാണ്, അവരുടെ ഭർത്താവിന്റെ ഒരു കെയർ ഓഫിലാണ് അവർ മാധ്യമപ്രവർത്തകയായ വീണ ജോർജിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. ഏതായാലും വളരെ ശക്തമായ ത്രികോണ മത്സരമാണ് ആറന്മുളയിൽ നടക്കുന്നത്. ആറന്മുള മണ്ഡലത്തെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ കെ ജയപ്രസാദ് എന്താണ് പറയുന്നത്? നമസ്തേ. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ശബരിമലയാണ്. അത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായതാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും അതുപോലുള്ള സംഭവ വികാസങ്ങളും. ശബരിമലയായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ചലനങ്ങൾ ഏറ്റവും അധികം ഉണ്ടാകുന്ന ഒരു മണ്ഡലമാണ് ആറന്മുള. ആറന്മുളയിൽ പ്രത്യേകിച്ച് കുമ്മനം രാജശേഖരനാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി. ബി.ജെ.പി അവിടെ ജയിക്കും എന്ന് അവകാശപ്പെടുകയാണ്. എന്താണ് ആറന്മുളയുടെ ഒരു സ്ഥിതി? ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് ആറന്മുള. അവിടെ 2 തരത്തിലാണ് അവിടെ ശ്രദ്ധേയമാകുന്നത്. ബി.ജെ.പിയുടെ ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്ന്. മറ്റൊന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിവാദമായ ഭരണരംഗത്ത് അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി എന്നുള്ള തലത്തിൽ ഏറ്റവും പരാജയമായി കേരള സമൂഹം കാണുന്ന വീണ ജോർജിന്റെ 3ാമത്തെ തെരഞ്ഞെടുപ്പാണ്. അപ്പോ നമുക്ക് പൊതുവെ തോന്നുക 2 തെരഞ്ഞെടുപ്പുകൾ അടുത്തടുത്ത് ഇടതുപക്ഷം ജയിച്ചൊരു മണ്ഡലമാണ്. അത് വീണ ജോർജിന്റെ ജനകീയതയുടെ ഒരു പര്യായമായിട്ട് പലപ്പോഴും നമ്മൾ കണക്കാക്കും. യഥാർത്ഥത്തിൽ ആറന്മുള നിയോജക മണ്ഡലത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമല്ല ആറന്മുള നിയോജക മണ്ഡലം. പക്ഷെ 2014 ശേഷം ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മുഖ്യധാരയിലേക്ക് കടന്നു വന്നതോടെയാണ് ഇടതുപക്ഷത്തിന് ആറന്മുളയിലേക്ക് കടന്നു കയറാൻ കൂടുതൽ അവർക്ക് വിജയം നേടാനുള്ള സാഹചര്യം എനിക്ക് തോന്നുന്നു. മാലയത്ത് സരളാദേവി, അതേപോലെ തന്നെ NDP സ്ഥാനാർത്ഥികളൊക്കെ അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. അല്ല, ഇടക്കാലത്ത് കടമ്മനിട്ട രാമകൃഷ്ണൻ ജയിച്ചിരുന്നു. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഉദാഹരണത്തിന് 2011 തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് പാർട്ടിക്ക് അന്ന് ലഭിച്ചത് K. ശിവദാസൻ നായർ അന്ന് ജയിക്കുമ്പോൾ 47.49% വോട്ട് നേടിയാണ് കോൺഗ്രസ് ജയിക്കുന്നത്. അന്ന് CPM-ന് ലഭിച്ചത് 42% വോട്ടായിരുന്നു. ഇത് 2011-ലാണ്. 2016 വീണ ജോർജ് ജയിക്കുമ്പോൾ വീണ ജോർജിന് ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് 39% വോട്ടാണ്. അതായത് 2011 CPM-ന് ലഭിച്ചതിനേക്കാളും 3.5% വോട്ട് കുറവിലാണ് 2016 വീണ ജോർജ് ജയിക്കുന്നത്. അതുപോലെ തന്നെ 2021 ആ വിജയം ആവർത്തിക്കുന്നതിൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു ബി.ജെ.പിയുടെ കടന്നുവരവിന്റെ ബെനിഫിഷ്യറിയായി CPM മാറി. അപ്പൊ അതിന്റെ പ്രധാനമായ കാരണം 2011 42% വോട്ട് ലഭിച്ചു നമ്മളിവിടെ സൂചിപ്പിച്ച ഇടതുപക്ഷം 2016 39%-ഓടെയാണ് വീണ ജോർജ് ജയിക്കുന്നത്. അപ്പൊ ആ വീണ ജോർജിന് ആ തരത്തിൽ വിജയം വരുന്നതിനുള്ള പ്രധാന കാരണം ബി.ജെ.പി സ്ഥാനാർത്ഥിയായിരുന്ന MT രമേശ് 37,906 വോട്ടുകൾ ഈ മണ്ഡലത്തിൽ, അതെ, ഏതാണ്ട് 24%-ഓളം വോട്ട് ബി.ജെ.പി നേടിയതാണ് വീണ ജോർജ് 2016 അവിടെ ജയിക്കാൻ കാരണം. ഇവിടെയാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. അതായത് 2016 വീണ ജോർജ് ജയിക്കുന്നത് 2011 CPM-ന് ലഭിച്ച വോട്ടിനേക്കാളും 3.5% വോട്ട് കുറവ് വാങ്ങിയാണ്. കാരണം ബി.ജെ.പി അന്ന് ഏതാണ്ട് 24% വോട്ട് ഈ സീറ്റിൽ നേടിയിരുന്നു. അപ്പം കോൺഗ്രസ് അവിടെ കൂടുതൽ ദുർബലമായി. യഥാർത്ഥത്തിൽ ബി.ജെ.പിയുടെ വോട്ട് ഷെയറിൽ ഇടതുപക്ഷത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒരുപോലെ വോട്ട് ബി.ജെ.പിയിലേക്ക് വരുന്നുണ്ടെങ്കിലും അതിന്റെ കൂടുതൽ നഷ്ടം വരുന്നത് കോൺഗ്രസ് പക്ഷത്താണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയാത്ത തരത്തിൽ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും
അവർക്ക് കോൺഗ്രസിന് മുന്നേറാൻ കഴിയാതെ വരികയും ഇടതുപക്ഷത്തിന് വൻപിച്ച മേൽക്കോയ്മ ഉണ്ടാകുന്നു എന്ന് നമുക്ക് തോന്നുന്നതും പ്രധാനമായിട്ടും ഇടതുപക്ഷത്തിന്റെ കരുത്തിലല്ല BJPയുടെ വളർച്ചയാണ്. അപ്പൊ ആറന്മുള മണ്ഡലത്തിൽ BJPയുടെ 24-25% വോട്ട് ഷെയർ BJPക്ക് 2016 തന്നെ ലഭിച്ചിരുന്നു. അപ്പൊ 2023 കുറച്ച് വോട്ട് BJPക്ക് അവിടെ കുറയുകയുണ്ടായി. 2021 തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് അവിടെ കുറയുകയുണ്ടായി. പക്ഷെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് അപ്പൊ ഇന്ന് നമ്മൾ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്നത് അവിടെ ഒരു പെർഫെക്റ്റ് ത്രികോണ മത്സരമായിരിക്കും ഉണ്ടാകുന്നത്. പെർഫെക്റ്റ് ത്രികോണ മത്സരം ഉണ്ടാകുമ്പോഴത്തേക്കും ഒരു 35%, 36% വോട്ട് ലഭിക്കുന്ന ആള് ആരാണോ അവര് ജയിക്കും. അപ്പം BJP സംബന്ധിച്ചിടത്തോളം BJPയുടെ 10% വോട്ട് എന്ന് പറയുന്നത് BJPയുടെ ഗ്രൗണ്ട് റിയാലിറ്റി നമ്മൾ നോക്കുമ്പോൾ BJPയുടെ ഈ തെക്കൻ 4 ജില്ലകളിലെ വളർച്ചയുടെ ലെവലിൽ നോക്കുമ്പോൾ ആലപ്പുഴ ഉൾപ്പെടെയുള്ള നമ്മൾ മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ 10-15% വളർച്ചയുണ്ട്. അതിപ്പോ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 14 നിന്ന് 4% നിന്ന് 18% 2019-ലും 2024 അത് 28% മാറുന്നത്. അപ്പൊ ആ തരത്തില് BJPയുടെ 2011-ലും 2009 പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ 2014-ലും പിന്നീട് നമ്മൾ 2019-ലും വരുമ്പോഴത്തേക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും BJPയുടെ വോട്ട് ഷെയർ വളരെ ഉയർന്ന സ്ഥലമാണ്. അപ്പൊ ആ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന്റെ പ്രതീക്ഷയും മങ്ങും, അതുപോലെ ഇടതുമുന്നണിയുടെ പ്രതീക്ഷയും മങ്ങും. ഇടതുമുന്നണി BJP വോട്ട് ഷെയർ കൂടുതൽ വാങ്ങുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആണ് വീണ ജോർജ് നിയമസഭയിലേക്ക് കടന്നു വന്നത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മുടെ മാധ്യമ ചർച്ചകളിൽ നിന്നും നമ്മൾ വിജയിക്കുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് വളരെയധികം വാഴ്ത്തുമ്പോൾ എങ്ങനെ വിജയിച്ചു എന്ന് ചർച്ച ചെയ്യാറില്ല. അതായത് 2011 LDFന് ലഭിച്ച വോട്ടിനേക്കാളും 3.5% വോട്ട് കുറച്ചാണ് വീണ ജോർജിന് ലഭിച്ചതെങ്കിലും അവര് വിജയിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട് മാറി. അപ്പൊ ഇവിടെ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലെ ചർച്ചകൾ ഉപരിതലത്തിൽ നമ്മൾ ചർച്ച നടത്തുമ്പോൾ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ വിജയിച്ചു എന്നുള്ളതല്ല. അപ്പം BJPയുടെ വോട്ട് ഷെയറിൽ ഉണ്ടാകുന്ന വർധനവിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷം അവരുടെ വിജയത്തെ നിർണ്ണയിക്കുന്നത്. അതായത് ഒരു ഘട്ടത്തിൽ BJPയുടെ വോട്ട് വർദ്ധിക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ പറ്റുന്നു. കാരണം അവര് UDFന്റെ വോട്ടായിരിക്കും കൂടുതൽ BJP പിടിച്ചിരിക്കുന്നത്. അടുത്ത BJPയുടെ വർധനവ് സ്വാഭാവികമായിട്ടും തിരിച്ചടി ഉണ്ടാക്കുന്നത് ഈ ജയിച്ച LDFനായിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ആറന്മുള മണ്ഡലത്തിലെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വളരെ പുറകിലേക്ക് പോയി. ഇപ്പൊ 2021 തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ വോട്ട് ശതമാനം 35% കുറഞ്ഞു. നേരത്തെ 47 അതെ. അപ്പൊ കോൺഗ്രസിന്റെ ഈ വോട്ട് ഷെയർ ഇതിലും താഴും ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ത്രികോണ മത്സരമാണ് ആറന്മുളയിൽ ഉണ്ടാകാൻ പോകുന്നത്. അവിടെ 35% ലഭിക്കുന്ന ഒരാള് കാൻഡിഡേറ്റ് അവിടെ ജയസാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായതുപോലെ, അതായത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ ജയിച്ച സ്ഥാനാർത്ഥിക്ക് 33%, BJPക്ക് 32% അടുത്ത് വന്നു. അതുപോലെ CPM തൊട്ടടുത്ത് വന്നു. അപ്പൊ ഏതാണ്ട് 14,000 വോട്ടിന്റെ ഡിഫറൻസ് ആണ് 1, 2, 3 സ്ഥാനാർത്ഥിക്ക്. അത് 7 നിയോജക മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന പാർലമെന്റിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചത്. അതുപോലെ ഒരു പെർഫെക്റ്റ് ത്രികോണ മത്സരം നടക്കുന്നതാണ്. ഒരു 33 to 35% വോട്ട് ലഭിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും ആറന്മുള ജയിക്കാം. അവിടെ ഇടതുപക്ഷത്തിന് മേൽക്കോയ്മയില്ല. മറ്റൊന്ന്, വീണ ജോർജ് ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ നിരവധി വിവാദങ്ങൾക്ക് പാത്രമാവുകയും നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ പരാജയമായ ഒരു വകുപ്പാണ് ആരോഗ്യ മേഖല. ഇപ്പൊ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ വളർന്ന് എണ്ണം കൊണ്ട് വളരുകയും അതിന്റെ ക്വാളിറ്റി ലെവലിൽ അത് ഏറ്റവും താഴെ പോവുകയും ചെയ്തു. കേരളത്തിലെ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരും തന്നെ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് ഓപ്റ്റ് ചെയ്യാറില്ല. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് വീണ ജോർജ് ഒരു വ്യാജ കഥയിലൂടെ മെഡിക്കൽ കോളേജിലേക്ക് പോയി. ഇത് നമ്മൾ അടുത്ത കാലത്ത് പരിയാരം മെഡിക്കൽ കോളേജിൽ അവര് പോയി നമ്മുടെ KSUവിന്റെ ധർണയുടെ അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായിട്ട്. അല്ലാതെ കേരളത്തിലെ ആരും തന്നെ നമ്മളിപ്പോ ഭരണകക്ഷിയിൽപ്പെട്ടവരാരാണെങ്കിലും പ്രതിപക്ഷ നേതാക്കളാണെങ്കിലും കേരളത്തിലെ മെഡിക്കൽ കോളേജിലേക്ക് പോകാറില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് പക്ഷേ എനിക്ക് തോന്നുന്നു മന്ത്രിമാരൊക്കെ പോകുന്നത് അല്ല, നമ്മുടെ റീഇംബേഴ്സ്മെന്റ്, നമ്മുടെ മന്ത്രിമാരുടെയും MLA-മാരുടെയും മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ബില്ല് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കൂടുതലും 90% സ്വകാര്യ മേഖലയിലാണ് അവർ ചികിത്സയെ ആശ്രയിക്കുന്നത്. അപ്പൊ നമ്മുടെ ആരോഗ്യ മേഖല ഇന്ന് പ്രധാനമായിട്ടും മധ്യവർഗം അല്ലെങ്കിൽ ഉപരിവർഗം എല്ലാം തന്നെ സ്വകാര്യ മേഖലയാണ് ആശ്രയിക്കുന്നത്. അപ്പം സർക്കാർ ആശുപത്രിയിൽ പാവപ്പെട്ട അടിസ്ഥാന ജനവിഭാഗങ്ങളാണ് പോകുന്നത്.
അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് സൗകര്യങ്ങൾ കൊടുക്കാനൊന്നും ഗവൺമെന്റ് തയ്യാറുമല്ല. ചില ഗിമ്മിക്സ് പബ്ലിസിറ്റി സ്റ്റണ്ട് അല്ലാതെ ഇപ്പൊ മെഡിക്കൽ കോളേജിലെ ചികിത്സയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുറത്തുനിന്ന് അവര് മരുന്നിനെ ആശ്രയിക്കേണ്ടി വരുന്നു. ചികിത്സക്കാണെങ്കിൽ നമ്മൾ പത്രങ്ങളിലൊക്കെ വീഡിയോയും ഫോട്ടോയൊക്കെ കണ്ടാണ് ഒരു കിടക്കയിൽ 3 പേര് കിടക്കുന്നു, അല്ലെങ്കിൽ തിങ്ങി നിറയുന്നു. ആളുകൾക്ക് പര്യാപ്തമായ ചികിത്സ കിട്ടുന്നില്ല. ഇപ്പൊ മെഡിക്കൽ കോളേജിൽ ഒരു പ്രൊഫസർ തന്നെ പറഞ്ഞു ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല. മറ്റൊരു പ്രൊഫസർ പറഞ്ഞു രോഗികളുടെ ജീവൻ തന്നെ അപകടത്തിലാണ്. അപ്പൊ അത്രയും മോശമായ ഒരു ആരോഗ്യ കാലാവസ്ഥയാണ് കേരളത്തിലുള്ളത്. ഒരു ഭാഗത്ത് നമ്മൾ കേരളത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ ആരോഗ്യ രംഗം പണമുള്ള ആളുകൾക്ക് മാത്രമേ പറ്റൂ, അല്ലാത്ത ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. അല്ല, നമ്മുടെ മെഡിക്കൽ കോളേജുകൾ നമ്മള് ശരിക്കും മെഡിക്കൽ കോളേജുകൾ ശ്വാസം മുട്ടുകയാണ്. ഒന്ന്, ജനങ്ങള് അവിടുത്തെ സൗകര്യം പരിമിതമായ സൗകര്യത്തിലാണെങ്കിലും വൻപിച്ച ജനങ്ങൾ വളരെയധികം അതിനെ ആശ്രയിക്കുന്നു, പാവപ്പെട്ട ജനങ്ങൾ. അപ്പൊ നമ്മൾ മെറ്റേണിറ്റി വാർഡിൽ പോലും ഒരു കട്ടിലിൽ 2 പേർക്ക് കിടക്കേണ്ട, 2 ആളുകൾക്ക് 2 സ്ത്രീകൾക്ക് കിടക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള പരിമിതി ഒരു ഭാഗത്ത് പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിൻ കൊടുക്കേണ്ട മെഡിസിൻ അവിടെ കൊടുക്കാൻ കഴിയുന്നില്ല. മറ്റൊന്ന്, മറ്റ് ഉപകരണങ്ങളുടെ പരിമിതി. മൂന്നാമത്, ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഇല്ല. അപ്പൊ ഈ 3 അപ്പൊ നമ്മൾ കേരളത്തിലെ ഇതൊരു പ്രൊഫസർ പറഞ്ഞ സമയത്തുള്ള അവസാനം അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ് അദ്ദേഹത്തിന് നടപടിയെടുക്കാൻ പോയി CPM കാരനായിട്ടുള്ള ഒരു പ്രൊഫസർ, അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രിയായിട്ടൊരു മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ. അവസാനം സിസ്റ്റത്തിന്റെ തകരാറാണെന്നാണ് അവസാനം മന്ത്രി പറഞ്ഞത്. അല്ല, അത് പ്രധാന കാരണം കേരളത്തിലെ മിഡിൽ ക്ലാസ് പൂർണ്ണമായിട്ടും മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ കാതലായ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ അവിടെ ഉണ്ടാകുമ്പോൾ ഒരു മരണം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മറ്റു ശസ്ത്രക്രിയയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം 2 ദിവസം ചാനൽ ചർച്ച വരുന്നതിനപ്പുറം ജനങ്ങളുടെ യഥാർത്ഥത്തിൽ വൈകാരികമായി പ്രതികരിക്കാത്തതിന്റെ കാരണം വലിയൊരു ശതമാനം ജനങ്ങളും ഇന്ന് ഈ ആരോഗ്യ മേഖലയിൽ പോകുന്നത്, ആശ്രയിക്കുന്നത് സ്വകാര്യ മേഖലയിലാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ പോകുന്ന പാവപ്പെട്ട ആളുകൾ, വളരെ പാവപ്പെട്ട പട്ടിണി പാവങ്ങളായിട്ടുള്ള ജനങ്ങളുടെ ഏക ആശ്രയം മെഡിക്കൽ കോളേജാണ്. അപ്പൊ ഈ മെഡിക്കൽ കോളേജിലേക്ക് പരിമിതമായ സൗകര്യങ്ങളാണ്. അപ്പം നമ്മളൊരു മെഡിക്കൽ കോളേജിന് 3 ഇൻഫ്രാസ്ട്രക്ചറിലായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവണം, ആവശ്യമുള്ള മരുന്നുണ്ടാവണം, അതുപോലെ അതിലെ ഉപകരണങ്ങളും അതുപോലെ ഉണ്ടാകണം, അതിന് സമാന്തരമായിട്ട് ആവശ്യമായ സ്റ്റാഫ് ഉണ്ടാകും. അപ്പൊ നമ്മളുടെ പല ഡോക്ടർമാരും ഇന്ന് വർക്ക് ചെയ്യുന്നതിന് അവര് ഭയത്തോടെയാണ്. കാരണം ഏത് സമയത്തും പ്രതിഷേധം ഉണ്ടാകാം, റിസ്കിലാണ് അവര്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കുഴപ്പങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടുണ്ടാകാവുന്ന അസംതൃപ്തിയുടെ ആക്ഷന് ഇരയാവുന്നത് ഈ ഡോക്ടർമാരാണ് പലപ്പോഴും. അല്ലെ? അതെ. ഈ കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണത്തിന് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ തരത്തിലുള്ള ഏറ്റവും കൂടുതൽ നമ്മളെ കേരളത്തിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഉയരാത്തൊരു മേഖലയാണ് ആരോഗ്യരംഗം. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ശരിക്കൊരു റോൾ മോഡലായി നിൽക്കുന്ന എത്രയോ കാലത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ്. പക്ഷെ അതിന്റെയൊക്കെ ഒരു ദയനീയമായ അവസ്ഥയെക്കുറിച്ചാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മൾ വീണ ജോർജ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, അവരൊരു ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നുള്ള തലത്തിൽ പൂർണ്ണ പരാജയമായിരുന്നു. അപ്പൊ ആ പരാജയം ജനങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ സാധാരണ ജനങ്ങൾ ഇവാലുവേറ്റ്. രണ്ടാമത്, അവിടെ കോൺഗ്രസ് ആ തരത്തിൽ ഉയർന്നു വന്നിട്ടില്ല. എന്നാൽ BJP വളരെ ശക്തമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിനോട് സമാന്തരമായിട്ട് എന്ന് പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു ആറന്മുള കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം കുറെ കാലം, അദ്ദേഹത്തിന്റെ കേന്ദ്രമാണ്. മാത്രമല്ല, ശബരിമല പോലെയുള്ള വിഷയങ്ങളിൽ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാവും. അപ്പൊ വളരെ ആത്മാർത്ഥമായിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന തരത്തിലാണ് കുമ്മനം രാജശേഖരനെ ആളുകൾ നിസ്വാർത്ഥനായ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടതുപക്ഷത്തിന്റെ അവിടെ ബേസ് ഓട്ടം എന്ന് പറയുന്നത് വളരെ പരിമിതമായ ഓട്ടമാണ്. പക്ഷെ ടാക്ടിക്കലായിട്ട്, അല്ലെങ്കിൽ ചില തന്ത്രപരമായ നിലപാടുകളിലൂടെ രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ടായ പുതിയ മാറ്റത്തിന്റെ ബെനിഫിഷ്യറി ആയിട്ടാണ് ഇടതുപക്ഷം 2 തെരഞ്ഞെടുപ്പുകളിൽ ആറന്മുളയിൽ വിജയിച്ചത്. അത് ഇപ്പൊ തന്നെ ഗുരുവായൂരിലെ ഒരു ഇഷ്യൂ B. ഗോപാലകൃഷ്ണൻ ഇട്ടല്ലോ. അതായത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നു. ഇപ്പം മലപ്പുറം ജില്ലയിൽ 16 സീറ്റില് UDF നിർത്തിയിരിക്കുന്നത് ഹിന്ദു ആയിട്ടുള്ള ഒരേ ഒരാളാണ്. അത് സംവരണ സീറ്റിൽ മാത്രം, അവിടെ മുസ്ലിമിനെ നിർത്താൻ പറ്റില്ല. അപ്പൊ ആ ഒരു വിഷയം റൈസ് ചെയ്ത സമയത്താണ് നമുക്ക് ഈ പത്തനംതിട്ടയിലെ വിഷയം വരുന്നത്. കാരണം വീണ ജോർജ് ആരായിരുന്നു? വീണ ജോർജ് ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു. അപ്പൊ വീണ ജോർജിന് മുമ്പ് അവിടെ മത്സരിച്ച് ജയിച്ച KC രാജഗോപാൽ മത്സരിച്ചു, കടമ്മനിട്ട്, അവരൊക്കെ CPM-ആയിട്ട് വളരെ ബന്ധപ്പെട്ട ആളുകൾ. കടമ്മനിട്ട് രാമകൃഷ്ണൻ ജയിച്ചു. സ്വതന്ത്ര പരിവേഷത്തില് ആയിരിക്കാം. പക്ഷെ CPM-ന്റെ അങ്ങനെയുള്ള കേഡർ ആയിട്ടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ മത്സരിക്കുന്ന ഒരു സീറ്റിലേക്ക്
എന്തുകൊണ്ടാണ് വീണ ജോർജിനെ നിർത്തിയത്? അവരുടെ ഒരു മതപരമായ പരിവേഷം കൊണ്ട് മാത്രമാണ്. അവരുടെ പക്ഷെ ഭർത്താവ് മതപരമായ പരിവേഷം ആണ് നമ്മൾ എല്ലാവരും വിചാരിച്ച് ഈ ഓർത്തഡോക്സ് പശ്ചാത്തലം അവർക്ക് വോട്ട് കൂടുതൽ ലഭിച്ചത്. പക്ഷേ വീണ ജോർജിന് 2016 ലഭിച്ചത് വെറും 39% വോട്ടാണ്. അല്ല, ഒരു പക്ഷേ ആ മതപരമായ വോട്ട് കിട്ടിയത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ താഴെ അതെ പോവുകയായിരിക്കും. അതെ, കാരണം 2011 ആ. ഇടതുപക്ഷം തോക്കുന്ന സമയത്ത് അവിടെ അല്ല, കെ സി രാജഗോപാൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ശിവദാസൻ നായരോട് രണ്ടാമത്തെ തവണ കെ സി രാജഗോപാൽ തോക്കുക ചെയ്തത്. 2011 ഏതാണ്ട് 43%, 42-43% വോട്ടുള്ള ഇടതുപക്ഷ മണ്ഡലത്തിലാണ് അവര് 39% വിജയിയായി. അല്ല, ഒരുപക്ഷെ അവരല്ല നിന്നിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിലും കൂടി താണേനെന്നാ ഞാൻ പറഞ്ഞത്. അവരെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം ജാതിയും മതവും നോക്കി തന്നെയാണ് അവർ കാൻഡിഡേറ്റ്സ് നിർത്തുന്നത്. ആർക്കാണോ വോട്ട് പിടിക്കാൻ പറ്റുക, അല്ലാതെ ആരാണോ പാർട്ടിയോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത്, ആരാണോ ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ പ്രവർത്തിച്ചത്, ആരാണോ ഏറ്റവും കമ്മിറ്റഡ് ആയ ആള്, അതല്ല നോക്കുന്നത്. ആർക്കാണോ ജാതിയും മതവും വെച്ച് വോട്ട് പിടിക്കാൻ പറ്റുന്നത്, അങ്ങനത്തെ ആളുകളെയാണ് ഇവർ കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് വീണ ജോർജ്. ഞാനതാ പറഞ്ഞ ഇപ്പൊ അവര് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നു. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗൗരവമായ ബോഡിയിൽ പാർട്ടി മെമ്പർ പോലും അല്ലാതിരുന്ന ഒരു സ്ത്രീ പെട്ടെന്ന് കയറി വരികയാണ്, അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തക പെട്ടെന്ന് കയറി വരികയാണ്. അവരുടെ പിന്തുണ എന്ന് പറയുന്നത് അവരുടെ ഭർത്താവ് ഒരു മതത്തിന്റെ വക്താവ് അല്ലെങ്കിൽ ഒരു മതസംഘടനയുടെ ഭാരവാഹി എന്നുള്ളതാണ്. അതുകൊണ്ട് ആ മതത്തിലെ ആളുകളെ, ആ സെക്ടറിലെ ആളുകളെ, ആ ഒരു കോൺഗ്രിഗേഷനിലെ ആളുകളുടെ വോട്ട് കിട്ടാൻ വേണ്ടി, ഓർത്തഡോക്സ് സഭയുടെ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു തന്ത്രമായിരുന്നു. യഥാർത്ഥത്തിൽ 2016 CPM-നെ സംബന്ധിച്ചിടത്തോളം അവിടെ വിജയ സാധ്യത യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു അപ്രിഹെൻഷന്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ സ്ഥാനാർത്ഥിയിലേക്ക് പോകുന്നത്. അവര് മാധ്യമ പ്രവർത്തക എന്ന തലത്തിൽ അവര് ജനകീയമായി അല്ലെങ്കിൽ മാധ്യമങ്ങൾ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തക എന്ന തലത്തിൽ അവരെ അവിടെ ആനയിക്കുന്നത്. അപ്പൊ അതില് അവർക്ക് ജാതിയുടെ ഭാഗം ഒരു ഭാഗത്ത്, മറ്റ് അവർക്ക് ആൾറെഡി ജനങ്ങളുടെ ഇടയിൽ മാധ്യമ പ്രവർത്തക എന്നുള്ള തരത്തിൽ അറിയുന്നത്. അപ്പൊ ഈ രണ്ട് പശ്ചാത്തലത്തിൽ നിന്നാണ് നിർത്തിയത്. അപ്പൊ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് അതിന് മുമ്പുള്ള ഇടതുപക്ഷ വോട്ടിനെ അവര് മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ 2011 അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടിനേക്കാളും പുറകിലേക്കാണ് പോകുന്നത്. പക്ഷേ BJP അവിടെ 24% വോട്ട് ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് അന്ന് ഇടതുപക്ഷം അവിടെ ജയിച്ചതും. വീണ്ടും BJP-യുടെ വോട്ടിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇടതുപക്ഷം രണ്ടാമത് ജയിച്ചത്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പില് ശ്രീ കുമ്മനം രാജശേഖരൻ അവിടെ വരുന്നതോടെ അവിടുത്തെ അന്തരീക്ഷം മാറുകയാണ്. ഇപ്പം CPM-ന്റെ വോട്ട് ബാങ്ക് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2016 അവർക്ക് 39% ഈ ഓർത്തഡോക്സ് പശ്ചാത്തലം ഉപയോഗിച്ചിട്ട് അവർക്ക് ലഭിച്ചത്. അപ്പം CPM-ന്റെ ബേസ് വോട്ട് അവിടെ കുറവാണ്. പക്ഷേ മറ്റു ഘടകങ്ങളെ അവരെ സഹായിച്ചിരുന്നു. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയും അതുപോലെ ആരോഗ്യ വകുപ്പിന്റെ പരാജയവും പാർട്ടിയുടെ സംഘടനാപരമായ ശിഥിലീകരണവും ഇതെല്ലാം കൂടെ ഒന്നിച്ച് അവിടെ വർക്കൗട്ട് ചെയ്യും. നമുക്കത് കേരളത്തിലെ എല്ലാ പ്രദേശത്തും നമുക്കറിയാം. ഇന്നലെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്ന പത്രവാർത്തകൾ പറയുന്നത് നമ്മുടെ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ A. പത്മകുമാർ, അയാൾ മുമ്പ് MLA ആയിരുന്നു. ആ പത്മകുമാറിനെതിരെ പാർട്ടി നടപടി എടുപ്പിച്ചത് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് വീണ ജോർജ് സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ എതിർക്കുന്നതിനെ പത്മകുമാർ എതിർത്തിരുന്നു. അപ്പൊ പത്മകുമാറിനെ പോലെയുള്ള നിരവധി ആളുകൾ പാർട്ടിക്കകത്തുണ്ടാവും. അവരൊക്കെ തന്നെ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി അവസരം നോക്കി കാത്തിരിക്കുക. പുറത്താക്കിയിട്ടില്ല. അല്ല, എന്നാലും അയാളുടെ ചുമതലകൾ അതെ, പത്മകുമാറിനെ ജയിലിൽ കിടന്ന ഒരാളിനെ ചുമതല നീക്കുന്നത് വലിയൊരു രാഷ്ട്രീയ തീരുമാനമൊന്നും വേണ്ട. പക്ഷെ യഥാർത്ഥത്തില് അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടെങ്കിൽ പോലും അദ്ദേഹം പാർട്ടി അംഗമാണ്, പാർട്ടി നേതാവ് തന്നെയാണ്. അപ്പൊ അതായത് ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആ പ്രദേശത്ത് നിൽക്കുന്നത് തന്നെ ചില ജാതി മത സമവാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ. പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്തതിന്റെ കാരണം CPM-ന്റെ ദയനീയമായ സംഘടനാ സംവിധാനമാണ്. ആ മേഖലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, CPM-ന്റെ സംഘടന ഏറ്റവും ദുർബലമാണ് ആ മേഖലയിൽ. പക്ഷേ നമ്മൾ ഉപരിതലത്തിൽ കാണുന്നത് പോലെയുള്ള ചില നറേറ്റീവ്സും അല്ലെങ്കിൽ ചില പ്രകടനങ്ങളും കാണുന്നല്ലാതെ സംഘടനാപരമായിട്ട് CPM അവിടെ ദുർബലമാകുകയാണ്. മാത്രമല്ല പത്തനംതിട്ട ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും കൊല്ലം തിരുവനന്തപുരം ജില്ലയിലും ഒക്കെ നമ്മൾ CPM-ന്റെ താഴെ തട്ടിൽ നമ്മളിപ്പോ ഈ തെരഞ്ഞെടുപ്പില് BJP പക്ഷത്ത് തന്നെ ഇടതുപക്ഷത്തെ 3 MLA-മാര് വന്നിട്ടുണ്ടല്ലോ, നിലവിലുള്ള MLA. അപ്പൊ കോൺഗ്രസ് പക്ഷത്ത് അതുപോലെ പോയി കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രാദേശിക തലത്തിൽ ഏരിയ സെക്രട്ടറി തലത്തിലും മറ്റുമൊക്കെ നിരവധി നേതാക്കള് BJP പക്ഷത്തേക്ക് പോയി. ഇന്നലെ
കഴിഞ്ഞ ദിവസം CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവായ ഈ മേഖലയിലെ ഇപ്പൊ അടൂരിലെ ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ, ഉണ്ണികൃഷ്ണപിള്ള, അദ്ദേഹത്തിന്റെ വൈഫ് അവിടുത്തെ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് രാജിവെച്ചിട്ട് പത്രസമ്മേളനം നടത്തി. ഇദ്ദേഹം കൂടെ അവിടെ അനുഗമിച്ചുകൊണ്ടാണ് പത്രസമ്മേളനത്തിൽ നടക്കുന്നത്. ആർക്കെതിരെ? ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ സഹകരണ ബാങ്കിലെ അഴിമതിക്കെതിരായിട്ട് CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവും മുൻ MLA, അടൂരിലെ MLA ആയിരുന്ന അദ്ദേഹത്തിന്റെ വൈഫാണെന്ന് ഓർത്തോളണം. അപ്പൊ ആ തരത്തില് ഈ പത്തനംതിട്ട ജില്ലയും ആ മേഖലകൾ, നമ്മുടെ ഈ മേഖലയിലൊക്കെ തന്നെ CPM-ന്റെ സംഘടനാപരമായ ഒരുപാട് ദൗർബല്യമുണ്ട്. അതിൽ BJP-യുടെ വോട്ട് ഷെയർ വർദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ CPM കോൺഗ്രസിനെ അവിടെ അട്ടിമറിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ CPM-ഉം കോൺഗ്രസും ഒരുപോലെ പിന്നോട്ടടിക്കും. അല്ല, അതിന് ഒരു കാരണം കൂടിയുണ്ട്. കാരണം 2016 തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് 38,000-ഓളം വോട്ട് കിട്ടി, അല്ലെ? 24% വോട്ട് കിട്ടി. 2021 തെരഞ്ഞെടുപ്പിൽ ഓൾമോസ്റ്റ് കേരളത്തിലെ ഏതാണ്ട് എല്ലാ മണ്ഡലത്തിലും BJP-യുടെ വോട്ട് 2016 കുറവായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടിയെങ്കിലും 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറവായിരുന്നു. പിന്നെ 24 അത് കൂടിയത്. അങ്ങനെ നോക്കുന്ന സമയത്ത് MT രമേശ് എന്ന് പറയുന്ന ആൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. BJP അറിയപ്പെടുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണെങ്കിൽ പോലും അദ്ദേഹത്തെക്കാൾ അഡ്വാൻറ്റേജ് എന്തായാലും കുമ്മനം രാജശേഖരൻ ഉണ്ടാവും. കാരണം അയാൾ തിരുവിതാംകൂർ ബേസ് ചെയ്ത് ആറന്മുള ബേസ് ചെയ്തുകൊണ്ട് ശബരിമല പ്രക്ഷോഭത്തിലും 1980-കളിലെ നിലക്കൽ പ്രക്ഷോഭത്തിനൊക്കെ നേതൃത്വം നൽകിയ അവിടുത്തെ ഗ്രാസ് റൂട്ടിൽ ബന്ധമുള്ള ഒരു ആളാണ്. സ്വാഭാവികമായും അതിന്റെ ഒരു ഗുണം, അതിന്റെ ഒരു അഡ്വാൻറ്റേജ്, അതിന്റെ ഒരു നേട്ടം. ഇതില് കുമ്മനം രാജശേഖരന് രണ്ട് ഘടകങ്ങൾ അനുകൂലമാണ്. ഒന്ന്, BJP-യുടെ സംഘടനാപരമായ ബാക്ക്ഗ്രൗണ്ടും കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ BJP-യുടെ പെർഫോമൻസ്. രണ്ട് തെരഞ്ഞെടുപ്പിൽ BJP അവിടെ ജയസാധ്യത നമ്മുടെ സമൂഹം കണ്ടതല്ല, പക്ഷെ BJP-യുടെ ഉയർന്ന പെർഫോമൻസ്, അതായത് ജയസാധ്യത കണ്ടില്ലെങ്കിൽ പോലും 24% വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ തരത്തിലുള്ള ഉയർന്ന വോട്ട് ലഭിച്ചൊരു മണ്ഡലമാണ്. അപ്പൊ കുമ്മനം ഈ മണ്ഡലത്തിൽ വരുമ്പോൾ ഒന്ന്, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണത്തിന്റെ എല്ലാ ചെയ്തികളും അവിടെ ചർച്ച ചെയ്യപ്പെടുക മാത്രമല്ല, ശബരിമല വിഷയത്തില് ഇപ്പം റാന്നി പോലെയുള്ള മണ്ഡലത്തിനേക്കാൾ ഉപരി ഈ മണ്ഡലത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. കാരണം ഈ പത്തനംതിട്ട ജില്ലയുടെ എല്ലാ മണ്ഡലത്തിലും അതിന്റെ സ്വാധീനമുണ്ടാവും. അപ്പം അതിൽ CPM-ന്റെ സംഘടനാപരമായ ദൗർബല്യവും അഴിമതിയും അവർക്കൊരു ബാധ്യതയാവുക. ഏറ്റവും ഭരണ മികവിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു മന്ത്രി അവിടെ സ്ഥാനാർത്ഥിയായി വരികയും ചെയ്യുന്നത് ഒരർത്ഥത്തില് ശ്രീ കുമ്മനം രാജശേഖരന് വളരെ അനുകൂലമായ അന്തരീക്ഷമുണ്ട്. ഒന്ന്, BJP-യുടെ വളരെ സൗണ്ട് ബേസ് ഉണ്ട്, പിന്നെ കുമ്മനത്തിന്റെ പശ്ചാത്തലം. അപ്പം ആ തരത്തില് ഒരു 8-9% വോട്ടിന്റെ വ്യത്യാസം BJP-ക്ക് ലഭിക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ലഭിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതായത് 34-35% വോട്ടിലേക്ക് വന്നാൽ തന്നെ BJP ജയസാധ്യതയുണ്ട്. ഒരുപക്ഷെ അതിന്റെ മുകളിലേക്ക് BJP വരാനുള്ള സാധ്യതയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. കാരണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ചാണെങ്കിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ കുറിച്ചാണെങ്കിലും അവരുടെ അകത്തു നിന്ന് തന്നെ വിമർശനങ്ങളും പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ മറ്റ് ഒരുപാട് ഘടകങ്ങൾ അവിടെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആറന്മുള നിയോജക മണ്ഡലം ഒരു ചരിത്ര വിധി എഴുതും. അത് ശബരിമലയുടെ വിഷയം ഉൾപ്പെടെ ഇപ്പം ശരിക്കും നമ്മൾ ശ്രീ അയ്യപ്പദാസനായി പ്രവർത്തിക്കുക, അതിനു വേണ്ടിയിട്ട് ഇപ്പൊ നിലയ്ക്കൽ സമര നായകനായിട്ടാണ് കുമ്മനം കേരളം പൊതുരംഗത്തേക്ക് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം, അദ്ദേഹത്തിന്റെ ജനകീയതയും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് തന്നെ BJP-ക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു മണ്ഡലമായിട്ട് ആറന്മുള മാറും. അതിന് സമാന്തരമായിട്ട് സർക്കാരിന്റെ ദുർഭരണത്തിന്റെ ജനവിധിയും അവിടെ ഉണ്ടാവും. അഴിമതിക്കെതിരായ, ശബരിമല കൊള്ളയ്ക്കെതിരായ ജനവിധിയും അവിടെ ഉണ്ടാവും. ഈ ഘടകങ്ങളൊക്കെ കുമ്മനത്തിന് വളരെ അനുകൂലമാണ്.